പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്. നമ്മളുടെ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, യഹോവയുടെ പെരുന്നാളുകൾ എന്ന് പറയുന്ന ഇന്നത്തോടുകൂടി തീരും. അപ്പൊ അതില് നമ്മൾ ചിന്തിച്ചത് 7 പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ, 4 പെന്തക്കോസ്ത് പെരുന്നാൾ, 5 കാഹളധ്വനിയുടെ പെരുന്നാൾ, 6 മഹാപാവപരിഹാര ദിവസം, 7 കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ ഓർമ്മപ്പെടുത്തലുകളുടെ പെരുന്നാളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. 3 കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് കൂടാരപ്പെരുന്നാൾ. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ദൈവീക സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കൂടാരപ്പെരുന്നാൾ. രണ്ടാമത്തേത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കൂടാരപ്പെരുന്നാൾ. ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ 3-ാമത്തെ കാര്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. 3-ാമത്തേത് താമസം താൽക്കാലികമാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ താമസം, ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എ റിമൈൻഡർ that the stay is temporary. താൽക്കാലികമായ താമസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കൂടാരപ്പെരുന്നാൾ. മരുഭൂമിയിലൂടെ യാത്ര തിരിച്ച ഇവർ മാറി മാറി കൂടാരമടിച്ച് ഏറ്റവും ഒടുവിൽ ഇവർ ചെന്ന് ചേർന്നത് കനാൻ നാട്ടിലാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ശരിയായ പിക്ചർ തയ്യാറാക്കുകയാണെങ്കിൽ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ കനാൻ നാട്ടിൽ എത്തുന്നത് വരെയുള്ള അവരുടെ പാർപ്പിടം, അവരുടെ താമസം കൂടാരങ്ങളിലായിരുന്നു. നമ്മൾ പഠിച്ചു, സംഖ്യാപുസ്തകം 10-ന്റെ 1, 2, 3 വാക്യത്തിൽ പഠിച്ചു, കാഹളം അടിപ്പ് പണിയായി ഉണ്ടാക്കിയ കാഹളം നീട്ടി ഊതുന്നതിനനുസരിച്ച് അവർ കൂടാരത്തിന്റെ കുറ്റി പറിച്ച് പുറപ്പെടും. കാഹളം നീട്ടി ഊതാൻ കാരണം മരുഭൂമിയിൽ ശെക്കൈനായുടെ അധിവാസം ഉണ്ടാകുമ്പോൾ അവർ അവിടെ കൂടാരം അടിക്കും. ശെക്കൈന മേലോട്ട് ഉയരുമ്പോൾ അവർ കൂടാരത്തിന്റെ കുറ്റി പറിക്കും. അഥവാ ദൈവ സാന്നിധ്യത്തിന്റെ തിരിച്ചറിവോടുകൂടിയാണ് അവരുടെ മരുഭൂമിയിലെ വാസം തീർത്തത്. കൂടാരവാസം എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെയുള്ള യാത്രയാണ്? മിസ്രയീം മുതൽ, അഥവാ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാള് മുതൽ കനാനിൽ എത്തിച്ചേരുന്ന കാലം വരെയുള്ള കാലയളവുകൾക്കകത്തുള്ള യാത്രയാണ് കൂടാരവാസം, അല്ലെങ്കിൽ കൂടാരമടിച്ചുള്ള യാത്ര. അതിന് നമ്മൾ മരുഭൂമി യാത്ര എന്ന് പറയും, നമ്മളതിന് സിയോൻ യാത്ര എന്ന് പറയും. ഇസ്രായേൽ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ ഭൂമിയിലെ കനാൻ നാടാണെങ്കിൽ, വാഗ്ദത്ത നാടായ കനാനാണെങ്കിൽ, നമ്മുടെ വാഗ്ദത്ത നാട് ഇവിടെയല്ല, സ്വർഗീയ കനാനാണ്. അപ്പൊ സ്വർഗീയ കനാനിൽ നമ്മൾ എത്തിച്ചേരുന്നത് വരെ, ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ, മരണം വരെയുള്ള ഈ ഭൂമിയിലെ പാർപ്പ് താൽക്കാലികമാണ്, ശാശ്വതമല്ല. എല്ലാം വിട്ടുപോയേ മതിയാകും. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കൂടാരം. നമ്മൾ ആരും
സ്ഥിരതാമസക്കാരാണെന്ന് ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ഇവിടുന്ന് പോയേ പറ്റൂ. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് ആർക്കും കാര്യം സ്വർഗമൊക്കെ നല്ലതാണ്, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ നല്ലതാണ്, സ്വർഗവാസം നല്ലതാണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിച്ച് പാട്ടുപാടിയൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷെ നമുക്ക് ഇവിടുന്ന് വിട്ടുപിരിഞ്ഞുള്ള പോക്ക് നമുക്ക് വല്ലാത്ത പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് പിരിയാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുക എന്നുള്ളത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും, ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോകും. അവന് ഈ ഭൂമിയിൽ എന്നെ ആവശ്യമുണ്ടെങ്കിൽ മതിയല്ലോ. ഈ കൂടാരവാസം ഇത്രയേ ഉള്ളൂ. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് നമ്മളെ വേണ്ട. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഭർത്താവിനും നമ്മളെ വേണമെന്നില്ല, ഭാര്യയ്ക്കും നമ്മളെ വേണമെന്നില്ല. കാശില്ലാതായി കഴിഞ്ഞാൽ സഭയ്ക്കും നമ്മളെ വേണ്ട, സംഘടനയ്ക്കും നമ്മളെ വേണ്ട. എന്നാൽ കർത്താവിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവൻ നമ്മളെ നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചാൽ പകുതി രോഗം മാറും. ഏത് രോഗം വന്നാലും ചിലർ വിചാരിക്കുന്നുണ്ട് പനി വന്നാൽ മരിക്കൂല എന്ന്. അങ്ങനെയൊന്നുമല്ല. പനി വേണ്ട, ഒരു കോൾഡ് വന്നാൽ മതി മരിക്കാൻ. വലിയ വലിയ രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഹൈ ലിസ്റ്റിലുള്ളതൊന്നും വന്നൊന്നില്ല. ഏത് രോഗത്തിനുമുണ്ട് മരണത്തിന്റെ ദുർഗന്ധം. ഞാൻ പറഞ്ഞു തന്നെ, ഏത് രോഗത്തിനുമുണ്ട് മരണത്തിന്റെ ഒരു ദുർഗന്ധം. അതുകൊണ്ട് മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്ന് തന്നെ പറഞ്ഞുറപ്പിക്കണം. നമ്മളുടെ വെട്ടിപ്പിടുത്തവും അധ്വാനവും കണ്ടാൽ തമ്പുരാൻ അത്ഭുതപ്പെട്ടു പോകും. ഇതെല്ലാം പറഞ്ഞിട്ടും കേട്ടിട്ടും നമുക്ക് ആർത്തി, ഞാനതിന് വേറൊരു വാക്ക് പറയും, ആക്രാന്തം എന്ന് പറയും. ആ വാക്ക് കേൾക്കുമ്പോൾ ബാബു തല ഉയർത്തി നോക്കുമെന്ന് എനിക്കറിയാം. ആക്രാന്തം കാണിക്കുക നമ്മള്. പോരെ എന്ന്, എനിക്ക് മതി എന്നൊരു വാക്ക്, ഇനി മതി, ഈ കൂടാരം ഇതെല്ലാം ഇട്ടേച്ച് ഞാൻ പോണം, ഇനി എനിക്ക് സ്വർഗത്തിലാണ് എൻ്റെ കൂടാരം. ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുൻപോട്ട് വരികയാണ്. അപ്പോ കൂടാര പെരുന്നാൾ എന്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്? ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കൂടാരവാസം. നാം നേരെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം. ആ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് കൂടാരമാണ്. രണ്ടർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഇത് കൂടാരമാണ്. ഈ കൂടാരമായ ഈ ഭൗമഭവനം ഏതാണ്? അത് നമ്മൾ പണിതിരിക്കുന്ന വീടല്ല, ദൈവം പണിതിരിക്കുന്ന വീടാണ്. അവന് പാർക്കാനായി അവൻ പണിതിരിക്കുന്ന വീട്. നമ്മൾ ആ വിഷയം പറഞ്ഞതാണ്. നമ്മുടെ കർത്താവിന് പാർക്കാനായി അവൻ പണിതിരിക്കുന്ന ഒരു കൂടാരമാണ് ഞാൻ. എൻ്റെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പാർക്കാനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരമാണ് ഞാൻ. ഈ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഞാനൊരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു റോഡിൽ കിടന്ന ഒരാളെ 500 രൂപ കൊടുത്ത് സംരക്ഷിക്കാൻ എടുത്തുകൊണ്ടുവരാനായിട്ട് ഞാനൊരാളെ വിട്ടു. അവൻ കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പോ തന്നെ ആള് മരിച്ചുപോയി. ആളെ കൊണ്ടുപോയി നമ്മുടെ ഒരു സെമിറ്ററി കൊണ്ടുപോയി അടക്കം ചെയ്തു. അതിനെ അടക്കം ചെയ്തതിന്റെ 4-ാം ദിവസം അടുത്തയാള് മരിച്ചു.
അടുത്തയാൾ മരിച്ച് ആ ബോഡിയും കൊണ്ടുപോയി അടക്കം ചെയ്യാനായിട്ട് ചെല്ലുമ്പോ ആ കൊണ്ടുപോയി വെച്ച ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ പുഴുവാ. നല്ല പുത്തൻ കല്ലറയാണത്, പുതുപുത്തൻ കല്ലറ. അതിനകത്ത് അതിനു മുമ്പ് ആരെയും വെച്ചിട്ടില്ലെന്ന് കണ്ട് ബോധ്യമായിട്ടാണ് നമ്മൾ ആ കല്ലറയ്ക്ക് പണം കൊടുത്തത്. ആ പുതിയ കല്ലറയിൽ ആ മനുഷ്യനെ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ പുഴുവാണ്. സുഹൃത്തെ, ഈ ഡിവൈസ് ഓപ്പൺ ചെയ്ത് കുട്ടിക്കൂറ പൗഡറും ഇട്ട് തേച്ച് മിനുക്കി ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്ന നമ്മളുണ്ടല്ലോ, മരിച്ചതിന്റെ 4-ാം ദിവസം പുഴുവാ. പുഴു, വെറും പുഴു, വെറും പുഴു. ഈ കൂടാരം അഴിഞ്ഞു പോകും. എന്നാൽ പൗലോസിന്റെ ആഗ്രഹം എന്നറിയാമോ? മരണം കാണാതെ എടുക്കപ്പെടണം എന്നാണ്. അതിന്റെ കാരണം, മരണം സംഭവിച്ചാൽ നഗ്നനായി പോകും. നഗ്നനായി വന്നു, നഗ്നനായി പോകും. എന്നാൽ മരണം കാണാതെ മരിച്ചാൽ നഗ്നത കാണാതെ പോകും. ജീവനോടിരിക്കുമ്പോൾ തന്നെ മർത്യമായത് ജീവനാൽ മാറിപ്പോയി, അമർത്യമായത് ഇതിന്റെ മീതെ ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം അഴിഞ്ഞു പോണം, അഴിഞ്ഞു പോകണം. ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു കൂടാരം. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഒരു കൂടാരവാസിയാണ്. ഏതാണ് ആ കൂടാരം? ഈ പച്ച ജഡമാണ്. ഇത് ദൈവം നിർമ്മിച്ച കൂടാരമാണ്. ഈ കൂടാരത്തിനകത്താണ് ദൈവത്തിന്റെ ആത്മാവ് പാർക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ആത്മാവ് വസിക്കുന്നത്. അവൻ നമ്മളെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളെ നൽകി. പ്രിയ ദൈവമക്കളെ, ഈ കൂടാരമുള്ള നമ്മൾക്ക് കൈപ്പണിയല്ലാത്തൊരു കൂടാരവുമുണ്ട്. അത് നമ്മുടെ ശാശ്വതമായ കൂടാരമാണ്. ആ ശാശ്വതമായ കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് നമ്മൾ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11:9 മുതൽ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും, പ്രൈസ് ദി ലോർഡ്, അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്ന് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ച്, അതുകൊണ്ട് ഒരുവനും മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽത്തരി പോലെയും സന്തതി ജനിച്ചു. വളരെ കൃത്യമായി അവിടെ പറയുകയാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായി നഗരത്തിനായി കാത്തിരിക്കുന്നു. ദൈവമക്കളെ, നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. യോഹന്നാൻ 14:1-2, ഞാൻ പോകും നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കുക മാത്രമല്ല, ഞാൻ പോകുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ ചേർക്കേണ്ടതിന് വീണ്ടും വരും. ഇപ്പൊ നമ്മൾക്കൊരു കൂടാരമുണ്ട്. ഈ കൂടാരം ശാശ്വതമല്ല. ഏത് കൂടാരം? നമ്മൾ പാർക്കുന്ന വീടായിക്കൊള്ളട്ടെ, അത് ശാശ്വതമല്ല. ഈ ശരീരമായിക്കൊള്ളട്ടെ, അത് ശാശ്വതമല്ല. നമ്മുടെ സമ്പാദ്യമായിക്കൊള്ളട്ടെ, അത് ശാശ്വതമല്ല. ഈ ലോകത്ത് നമ്മൾ നേടിയതൊന്നും ശാശ്വതമല്ല. ഈ കൂടാരം വിട്ടേ മതിയാകും. എന്നാൽ ഒരു സന്തോഷം, കൈപ്പണിയല്ലാത്ത ഒന്ന് സ്വർഗത്തിലുണ്ട്.
അത് ഞാൻ ഇതിന്റെ മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അതിന്റെ പേരാണ് പുനരുത്ഥാന ശരീരം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം നമ്മൾ അതിന്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഈ കൂടാരം തകർന്നു പോയിട്ട് കൈപ്പണിയല്ലാത്തൊരു കൂടാരം നമ്മൾക്കായി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലം ശാശ്വതമല്ലെന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ധാരാളം ദൈവവചനം കേൾക്കുന്നവരും പഠിക്കുന്നവരുമല്ലേ? മരണത്തെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങണം. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മുടെ മോർണിംഗ് ഫെലോഷിപ്പിൽ ഓഗസ്റ്റ് മാസം 5 തീയതി ആരംഭിച്ച ക്ലാസ് വളരെ അനുഗ്രഹീതമായി മുൻപോട്ട് പോയി. ഏറെ പേർ എനിക്ക് റിപ്ലൈ ചെയ്തു, ക്ലാസിനെ കുറിച്ച് അവരുടെ തീരുമാനങ്ങളൊക്കെ അറിയിച്ചു. അത് കേട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ദൈവം കൃപ തന്നു. എന്തിനാണ് ഈ അധ്വാനം എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ഡിവൈസിൽ വന്നിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ദൈവം ഒരുക്കിയ കൂടാരം നഷ്ടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള കൂടാരം എന്റെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെടരുത്. പാപം ചെയ്ത് ജീവിച്ചാൽ ആ കൂടാരം ലഭിക്കില്ല, പുഴുവരിച്ചു പോകും, മണ്ണിൽ അലിഞ്ഞു ചേരും. നിത്യനാശത്തിനായിട്ടൊരു ഉയർപ്പേ ഉണ്ടാകൂ. അതുകൊണ്ടൊരു നിത്യജീവൻ എന്ന് പറയുന്ന ഒന്ന് എനിക്ക് വേണം. ഇന്ന് രാവിലെ വലിയ കൊതിയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ബാക്കി വെച്ച് ഇത് ഒറ്റയ്ക്ക് പറയാൻ ഞാൻ മാറ്റിവെച്ചത്. എനിക്കൊരു ഭവനം എന്റെ കർത്താവ് ഒരുക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ ഏത് കോർണറിൽ വെച്ച് മരിച്ചാലും, മൃഗം നമ്മളെ ഭക്ഷിച്ചാലും, സമുദ്രത്തിൽ നശിച്ചു തീർന്നാലും, വനാന്തരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടാലും, ഈ മൺകൂടാരം എവിടെ കിടന്ന് ദ്രവിച്ചു തീർന്നാലും, ഇതിനകത്തെ മനുഷ്യൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ വരവെങ്കിൽ നമുക്കൊരു കൂടാരമുണ്ട്. ആ കൂടാരം പ്രാപിക്കാനായിട്ട് നമ്മൾ ഒരുക്കണം. വ്യർത്ഥമായ പാരമ്പര്യങ്ങളും അനാവശ്യമായ നൂലാമാലകളും പാപത്തിന്റെ കെട്ടുപാടുകളും ഹൃദയത്തിൽ കനം തൂങ്ങിയ ഭാരങ്ങളും മനസ്സിന്റെ സകല സങ്കടങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ വലിച്ചെറിഞ്ഞും വെച്ച് പ്രിയം വെച്ചവന്റെ അടുക്കൽ ചെന്ന് ചേരാനുള്ള അത്യുത്സാഹത്തോടെ യാത്ര ചെയ്യണം. എനിക്ക് എന്റെ കൂടാരത്തിൽ ചെന്നല്ലാതെ വിശ്രമം ഇല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്റെ യേശു അപ്പൻ ഒരുക്കിയിട്ടുള്ള മനോഹര ഭവനത്തിൽ ചെന്നല്ലാതെ വിശ്രമമില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലം ഇന്നത്തെ NH-49 സൈഡിൽ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച ഒരു കുട്ടി, അവളുടെ റിലേറ്റീവ് ഒരു വീട് വെച്ചു. ഒരു 2 നില വീടാണ്. അവർ വിദേശത്തുള്ളവരാണ്. ആ വീടിന്റെ സകല പണിയും കഴിഞ്ഞു. ആ വീടിന്റെ നിർമ്മാണമെല്ലാം പൂർത്തീകരിച്ചു. അവിടെ താമസിക്കേണ്ടവർ വിദേശത്ത് നിന്ന് എത്തിച്ചേർന്നു. ആ വീട്ടിലേക്ക് വേണ്ടതെല്ലാം അവർ വാങ്ങിച്ചു കൂട്ടി. എന്തായിരിക്കും കൊതി, ഇല്ലേ? സ്വന്തമായി പണിത പുതിയ വീട്ടിൽ പാർക്കാനുള്ള ഹൃദയത്തിന്റെ വാഞ്ച എത്ര വലുതായിരിക്കും ദൈവമക്കളെ. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരാക്സിഡന്റിൽ അവരെല്ലാം ലോകത്തോട് യാത്ര പറഞ്ഞ് മരിച്ചുപോയി.
സ്വന്തം പണിതുണ്ടാക്കിയ വീട്ടിൽ കയറി താമസിക്കാൻ കഴിഞ്ഞില്ല. എനിക്കിത് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ആവേശവും വലിയ ആഗ്രഹവും വലിയ അത്യാർത്തിയുമുണ്ട്. എന്റെ കർത്താവ് കൈപ്പണിയല്ലാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പണിതിട്ടുള്ള ആ പുതിയ രമ്യഹർമ്മ്യം ഒന്ന് കാണണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പുതിയ കൂടാരം എനിക്കൊന്ന് കാണണം. പുഴുവും തുരുമ്പും കടുക്കാത്ത ആ പുതിയ കൂടാരം എനിക്ക് കണ്ടേ മതിയാകൂ. ഈ ലോകത്ത് എന്തെല്ലാം എനിക്ക് ലഭിച്ചാലും എന്റെ പ്രാണപ്രിയന്റെ ആ പച്ചമെത്ത മതി എനിക്ക്. എന്റെ പ്രാണപ്രിയനും ഇടയച്ചെറുക്കനുമായവന്റെ പച്ചമെത്ത മതി എനിക്ക്. സഹോദരി സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കല്ലേ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം, സ്വർഗത്തിൽ നിക്ഷേപിക്കണം. യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്, അവന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അവന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നത്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സകല അധ്വാനത്തിനും അവിടെ നമ്മുടെ അക്കൗണ്ട് വർദ്ധിച്ച് 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 വരണം, വർദ്ധിച്ചു വരണം. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും. 5:6 2 കൊരിന്ത്യർ 5:6 നിങ്ങൾ നോക്കൂ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ആകയാൽ ഇങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളതിനാൽ, ആകയാൽ എനിക്ക് അവിടെ ഒരു പാർപ്പിടമുണ്ട് എന്നുള്ളതിനാൽ, സ്വർഗത്തിൽ ഒരു PR, പെർമനന്റ് റെസിഡന്റ് വിസ. ഞാൻ ഇവിടെ വന്ന് ഇവിടെയുള്ള ധാരാളം പേരുമായി കൂട്ടായ്മകൾ ആശിക്കുന്നത് പോലെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ധാരാളം പേരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടായി. എല്ലാവരും ഇവിടുത്തെ PR-ന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലും പഠനത്തിലും അധ്വാനത്തിലും ഓട്ടത്തിലുമാണ്. കാനഡയിലെ PR-ന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ മക്കളെ കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നമ്മുടെ PR-ന് വേണ്ടി എന്ത് ചെയ്തു? അതിന് ഒരു അപേക്ഷയും കൊടുക്കണ്ട, അതിനുവേണ്ടി ഒരു പേയ്മെന്റും വേണ്ട. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് പറഞ്ഞാ മതി, ഇവിടം വിട്ടാൽ എനിക്ക് അവിടെ വരണം, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീട് എനിക്ക് കിട്ടണം. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ നനച്ചിട്ടുമില്ലാത്ത ആ മനോഹര ബംഗ്ലാവ് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കാൻ പോയിരിക്കുന്നതാണെങ്കിൽ അതെനിക്ക് ലഭിക്കുന്ന ഒരു ദിവസം എന്റെ കണ്ണിന്റെ മുൻപിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. നിന്ദകളും പരിഹാസങ്ങളും വേദനകളും കർത്താവിന്റെ വേലയെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്നാൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ ഏറ്റെടുക്കണം. 5:14 വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്താണ് 5:14 വാക്യത്തിൽ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. യേശു കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ഒരിക്കലും കർത്താവിനെ കുറിച്ച് കേൾക്കാത്ത ജനത്തിന്റെ നടുവിൽ യേശു കർത്താവിനെ വഹിച്ചു കൊണ്ടുപോകാൻ, ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ, അതിനുവേണ്ടി ത്യാഗം അനുഭവിപ്പാൻ, അതിനുവേണ്ടി ത്യാഗമേറി പങ്കുവയ്ക്കാൻ എല്ലാം നമ്മൾ ഈ നാളിൽ ഒരുങ്ങണം. ദൈവമക്കളെ, നമ്മൾ ഈ നാളിൽ ഒരുങ്ങണം. നമ്മളുടെ പണം നമ്മൾ ഒരിക്കലും അനാവശ്യമായി ചെലവ് ചെയ്യല്ലേ. ദുർവ്യയമരുത്, ആർഭാടമരുത്,
ആഘോഷങ്ങളരുത്, അനാവശ്യ ചെലവുകളരുത്. നമ്മുടെ കർത്താവ് വരുന്നതിന് മുമ്പ് ഭാരതത്തെ കർത്താവിനായി നേടണം. പാസ്റ്റർമാരെയും അച്ഛന്മാരെയും തിരുമേനിമാരെയും പള്ളി മാനേജിംഗ് കമ്മിറ്റിയെയും ഭരണസമിതി അംഗങ്ങളെയും നാട്ടിലെ പ്രമാണിമാരെയും നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം പ്രസാദിപ്പിക്കാനായി പണം കൊണ്ട് തട്ടിക്കളിക്കല്ലേ. എന്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചിട്ടേ മരിക്കാവൂ. അവന് ഇഷ്ടമുള്ള ശുശ്രൂഷ ചെയ്യണം. കേരളത്തിലെ വാർത്ത ഈ നാളിൽ ഓൺലൈൻ യൂട്യൂബ് ഒന്നും തുറക്കാൻ നാണവും അറുപ്പുമാണ്. കാരണം മുട്ടിക്കെട്ടിവെച്ച വലിയൊരു സംവിധാനത്തിനകത്തുള്ള ചീഞ്ഞു നാറുന്ന അവസ്ഥ നമ്മളെല്ലാം കണ്ടു. ശരീരം വിറ്റും ശരീരം തിന്നും ജീവിക്കുന്ന കഴുകന്മാരെ പോലെ കഴിയുന്ന ഈ ജനത്തിന്റെ എച്ചിൽ പറ്റി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആളുകൾ ധാരാളമുണ്ട്. ഇവരൊക്കെയാണ് ഫാൻ, ഇവരൊക്കെയാണ് ഹൃദയത്തിൽ ജീവിക്കുന്ന ഫാൻ. കാൽവറിയിൽ ചങ്ക് പൊട്ടിച്ച് ചോര തന്ന കർത്താവിനോട് ഇവരെ സ്നേഹിക്കുന്നതിനൊരു അംശം പോലും സ്നേഹമില്ല. ഇവരെന്നെ മണ്ണാങ്കട്ട തന്നിട്ടാ സ്നേഹിക്കുന്നത്. ഇവരുടെ പിറകെ നടക്കുന്നത് എന്ത് കണ്ടിട്ടാ, എന്ത് തന്നിട്ടാ, എന്തിനാ? കാൽവറിയിൽ എന്നെ സ്നേഹിച്ച ഒരു യേശുണ്ട്. ഈ ബാക്കിയുള്ള ജീവിതം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കും. ഇനിയും വെട്ടിപ്പിടിക്കാനും ഇനിയും തട്ടിക്കൂട്ടാനും പോകല്ലേ. ഒരു അടക്കം, ഒരു അച്ചടക്കം, ഒരു ഒതുക്കം, ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി കൈവരിക്കേണ്ട കാലമായി സുഹൃത്തെ. ഇനിയെങ്കിലും മനുഷ്യരെ പ്രസാദിപ്പിച്ചല്ല, ദൈവപ്രസാദം ഏറ്റുവാങ്ങി ഒരു നല്ല അന്ത്യത്തിനായിട്ട് ഒരുങ്ങണം. നമ്മുടെ കൂടാരം മാറ്റിയടിക്കാൻ കാലമായി. നമ്മുടെ കാഹളം ഊതാൻ സമയമായി. കനാൻ നാടാണ് നമ്മുടെ ലക്ഷ്യം. കനാൻ നാട്ടിൽ ചെല്ലണം. ഹല്ലേലൂയ. കനാൻ നാട്ടിൽ ചെല്ലണം. അവിടെ ചെല്ലുവോളം കൂടാരം മാറ്റി മാറ്റി അടിക്കണം. ഇസ്രായേൽ ജനം കനാനിൽ കടന്ന് അവർക്കെല്ലാം യോശുവ സ്ഥലം പങ്കുവെച്ചു കൊടുത്തു. അവരെല്ലാം അവിടെ വീട് വെച്ചു. അവർ സ്വന്തം കൃഷി ഇറക്കി. കൃഷിയിലെ വിളവെടുത്ത ആ ദിവസം വരെ യഹോവയായ ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ ദിവസം വരെ യഹോവയായ ദൈവം അവർക്ക് കുടിപ്പാൻ കൊടുത്തു. ആ ദിവസം വരെ യഹോവയായ ദൈവം അവർക്ക് പാർക്കാൻ പാർപ്പിടം കൊടുത്തു. ആ ദിവസം വരെ യഹോവയായ ദൈവം അവർക്ക് ഉഷ്ണം തട്ടാതെ തണൽ കൊടുത്തു. യഹോവയായ ദൈവം ആ ദിവസം വരെ രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്തു. രാവും പകലും ഒപ്പത്തിനൊപ്പം നിന്നു. അന്ത്യം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ ആ ഇസ്രായേലിന്റെ ദൈവമാണ് എന്റെയും ദൈവം. ഇസ്രായേലിന്റെ ആ ദൈവമാണ് എന്റെ ദൈവം. നെഞ്ചത്ത് കൈവച്ച് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ ഈ ശുശ്രൂഷ ധന്യമായി. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ ദൈവമക്കളെ. നിശ്ചയമായും ഈ ശുശ്രൂഷയുടെ പിന്നാമ്പുറം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ദീപട്ടി പന്തങ്ങളായി തീരണം. അന്ധകാരത്തിനകത്ത് വെളിച്ചം കൊടുക്കുന്ന മക്കളായി നിങ്ങൾ മാറണം. ഇനി ഉള്ളത് കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കണം. ഇനി ഇവരുടെ എല്ലാം പിറകെ നടന്ന് ഇവരെ തിരുമി നടന്ന് ഇവരെ പ്രസാദിപ്പിച്ച് നടന്ന് ആയുസ് പാഴാക്കല്ലേ. എനിക്ക് ജീവൻ തന്ന, രക്ഷ തന്ന, ശരീരം പൊടിച്ചു തന്ന, രക്തം തന്ന എന്റെ കർത്താവിന് വേണ്ടി ഒരു പൊടിമാവായി തീർന്ന് എനിക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച് മരിക്കണം. അതിനപ്പുറത്തൊന്നുമില്ലെന്ന് ദൈവത്തോട് പ്രഖ്യാപിച്ചാൽ, നമ്മൾ ഈ രാവിലെ യേശു അപ്പച്ചൻ ഒരു വാക്ക് കൊടുത്താൽ ധൈര്യപ്പെട്ട് അവനെ സ്നേഹിച്ച് ജീവിക്കണം. ഞാൻ ജീവിക്കേണ്ടത് എന്റെ കർത്താവിന് ആവശ്യമാണെങ്കിൽ അങ്ങനെ. എന്റെ ആവശ്യമല്ല. ഞാൻ ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കേണ്ടത് എന്റെ ആവശ്യമല്ല, എന്റെ കർത്താവിന്റെ ആവശ്യമാണ്. എന്റെ കൂടെ ഒന്ന് പറയാമോ?
ഞാൻ ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ല. ഞാൻ ആയുസ്സോടെ ഇരിക്കണോ? അവന്റെ ആവശ്യമാണ്. അവൻ ആയുസ് തന്നാൽ അവന് വേണ്ടി, തന്നില്ലെങ്കിൽ അവന്റെ അടുക്കൽ.